നമസ്കാരം. 1977 പൊതു ഇലക്ഷനിൽ ഇന്ദിര അധികാരത്തിൽ നിന്ന് പുറത്തായതും പ്രധാനമന്ത്രി കസേരയിലെത്തിയ മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ഇന്ദിരയ്ക്ക് മുകളിൽ ഒരുപാട് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. 3 അന്വേഷണ കമ്മീഷനുകളാണ് ഒരേ സമയത്ത് ഇന്ദിരയെക്കുറിച്ച് അന്വേഷിക്കാനായി ജനതാ സർക്കാർ നിയോഗിച്ചത്. അതിൽ ഒരു കമ്മീഷനാണ് റെഡ്ഡി കമ്മീഷൻ. റെഡ്ഡി കമ്മീഷൻ ചാർജ് എടുത്ത് അവർക്ക് മുന്നിലുള്ള അജണ്ട പരിശോധിച്ച് ആ അജണ്ടയിൽ പറയുന്ന കാര്യങ്ങളുടെ അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയ അതേ സമയത്താണ് 1977 ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിയായപ്പോൾ CBIയുടെ സൂപ്രണ്ട് ഓഫ് പോലീസ് NK സിംഗ് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലെത്തുന്നത്. ആ സമയത്ത് മരുമകൾ സോണിയ ഇന്ദിരയ്ക്ക് വേണ്ടി കോഫി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. NK സിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. NK സിംഗും അയാൾക്കൊപ്പം ഒരു പോലീസ് സംഘവുമുണ്ട്. എന്താ എന്നുള്ള ചോദ്യത്തിന് NK സിംഗ് ഇന്ദിരയോട് പറഞ്ഞ മറുപടി അവരെ അറസ്റ്റ് ചെയ്യാനായി എത്തിയതാണെന്നാണ്. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധി ആ സമയത്ത് തന്നെ അയാൾക്ക് പരിചയമുള്ള പത്രക്കാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. അതേ സമയത്ത് തന്നെ സഞ്ജയന്റെ ഭാര്യ മനേക ഗാന്ധി അവർ വർക്ക് ചെയ്യുന്ന പത്ര ഓഫീസിലേക്ക് വിളിച്ചു. സഞ്ജയ് പത്രക്കാരെ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ വിളിച്ച് കാര്യം പറയുകയാണ്. ഇന്ദിരയെ അറസ്റ്റ് ചെയ്യാനായി CBI സൂപ്രണ്ടും പോലീസ് സംഘവും ഇന്ദിരയുടെ വീട്ടിലെത്തിയിരിക്കുന്ന വാർത്ത ACC ഓഫീസിൽ അറിഞ്ഞതും അവിടെ നിന്ന് പ്രവർത്തകരും നേതാക്കളും സമീപത്തുള്ള ഇന്ദിരയുടെ വീട്ടിലേക്ക് ഓടി. വിവരം അറിഞ്ഞതും പത്രക്കാരും ഇന്ദിരയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയത്ത് NK സിംഗ് എന്ന ആ CBI സൂപ്രണ്ടിനോട് ഇന്ദിരാഗാന്ധി ചോദിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്. മിസ്റ്റർ NK സിംഗ്, ഈ വീട് സെർച്ച് ചെയ്യാനും എന്നെ അറസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വാറണ്ടുണ്ടോ? ആ ചോദ്യത്തിന് NK സിംഗ് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി NK സിംഗിനോട് ഒരു സിമ്പിൾ കാര്യം കൂടി ആവശ്യപ്പെട്ടു. മിസ്റ്റർ സിംഗ്, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് വിലങ്ങ് വെച്ച് മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഇന്ദിരാഗാന്ധിയെ വിലങ്ങ് വെച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഇന്ദിര NK സിംഗിനോട് പറഞ്ഞപ്പോൾ NK സിംഗ് ഒന്ന് പാതറി. ഈ സമയത്ത് അവിടെ എത്തിയ RK ധവാനും ഇന്ദിരയുടെ ലോയർ ഫ്രാങ്ക് ആന്റണിയൊക്കെ NK സിംഗിനെ ചോദ്യം ചെയ്യുകയാണ്. NK സിംഗിനോടായി ഫ്രാങ്ക് ആന്റണി ചോദിച്ചു, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചരൺ സിംഗിന് നിയമം അറിയില്ലെന്നുണ്ടോ? ചരൺ സിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് NK സിംഗ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഫ്രാങ്ക് ആന്റണി അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇന്ദിര വീണ്ടും NK സിംഗിനോട് പറഞ്ഞു, നോക്കേ, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാൻ പറഞ്ഞ കണ്ടീഷൻ പാലിച്ചേ പറ്റൂ. എന്നെ വിലങ്ങ് വെക്കണം. ഇന്ദിര വിലങ്ങ് വെക്കണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ പോലീസ് ഒരു പ്രശ്നത്തിലാണ്. അവര് വിലങ്ങ് കൊണ്ടുവന്നിട്ടില്ല. അത് മനസ്സിലാക്കിയ ഇന്ദിര NK സിംഗിനോട് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ആളെ വിട്ട് വിലങ്ങ് കൊണ്ടുപോവാ, എന്നെ വിലങ്ങ് വെച്ച് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. ഈ സമയമായപ്പോഴേക്കും പത്രക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ അവിടേക്ക് ഓടിയെത്തിക്കഴിഞ്ഞു. ഇന്ദിരയുടെ വസതിക്ക് മുന്നിലായി ഇഷ്ടംപോലെ പത്രക്കാർ തടിച്ചു കൂടിയതും ഇന്ദിരയുടെ ആവേശം വർദ്ധിച്ചു. വിലങ്ങ് വെക്കാതെ അവരെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവർ തീർത്തു പറയുമ്പോൾ NK സിംഗ് ആകെ പെട്ടതുപോലെയായി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൺവെന്റിലൂടെ പത്രക്കാരുടെ കൺവെന്റിലൂടെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയാലുള്ള അപകടത്തെക്കുറിച്ച് NK സിംഗിന് ഒരു ഭയമുണ്ട്. ശരിക്കും ഒരു അടിപൊളി ഷോ അതാണ് ഇന്ദിര ആ സമയത്ത് നടത്തിയത്. വിലങ്ങ് വയ്ക്കാനായിട്ട് ഇന്ദിര നിർബന്ധിച്ചിരുന്നത് കൊണ്ട് NK സിംഗിന് പത്രക്കാരും കോൺഗ്രസ് പ്രവർത്തകരും എത്തുന്നതിന് മുന്നേ ഇന്ദിരയെ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാതായി. എന്തായാലും ഇന്ദിരയുമായി അവിടെ നിന്ന് പോയ പോലീസ് ഇന്ദിരയെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ ദിവസം തന്നെ ഇന്ദിരയെ അവർക്ക് അവിടെ നിന്ന് വിടേണ്ടിയും വന്നു. ഈ സംഭവം സ്വാഭാവികമായിട്ടും വൻ വാർത്തയായി മാറി. രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാതിരുന്ന രാജീവ് ഗാന്ധി ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് രസകരമായ ഒരു കമന്റാണ്. ഇന്ദിര സ്വയം വിചാരിച്ചാലും ഇത്തരത്തിലൊരു സീൻ സൃഷ്ടിക്കാൻ പറ്റില്ല. ജനതാ സർക്കാർ ഇന്ദിരയ്ക്ക് മനോഹരമായ ഒരു സീൻ സൃഷ്ടിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. ജനതാ സർക്കാരിന്റെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ചരൺ സിംഗും ഒക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസ്സുകാരായിരുന്നതാണ്. മൊറാർജി ദേശായി ആണെങ്കിൽ ഇന്ദിരയ്ക്കൊപ്പം ഇന്ദിരയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളുമാണ്. ആ 2 പേർക്കും ഇന്ദിരയോടുള്ളത് വ്യക്തിപരമായ വൈരാഗ്യവുമാണ്. ആ വൈരാഗ്യം അവർ വിവിധ കമ്മീഷനുകൾ വഴി ഇന്ദിരയ്ക്കെതിരെ തിരിക്കുകയാണെന്നുള്ള ശൈലിയിൽ പത്രങ്ങൾ പതുക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഈ സമയത്താണ് റെഡ്ഡി കമ്മീഷൻ അവരുടെ തെളിവെടുപ്പ് സ്റ്റാർട്ട് ചെയ്തത്. റെഡ്ഡി കമ്മീഷന്റെ തെളിവെടുപ്പിന് സമാന്തരമായി ഷാ കമ്മീഷന്റെ തെളിവെടുപ്പും മറ്റൊരു കമ്മീഷന്റെ തെളിവെടുപ്പൊക്കെ നടക്കുകയാണ്. 3 കമ്മീഷനുകളും കൂടെ ഇന്ദിരയെ വിളിപ്പിക്കും ചോദ്യം ചെയ്യാനായി. റെഡ്ഡി കമ്മീഷൻ
അവരുടെ മുന്നിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി വിലയിരുത്തി തുടങ്ങി. ആദ്യത്തെ വിലയിരുത്തൽ നാഗർവാലയുമായി ബന്ധിപ്പിച്ചാണ്. നാഗർവാല പോലീസ് പറയുന്നത് പോലെ ശരിക്കും ആകസ്മികമായി മനസ്സിൽ തോന്നി ഒരു തട്ടിപ്പ് നടത്തിയതാണോ? അതാണ് റെഡ്ഡി കമ്മീഷൻ ആദ്യം പരിഗണിച്ച വിഷയം. ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി റെഡ്ഡി കമ്മീഷൻ കേസ് അന്വേഷിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഉദ്യോഗസ്ഥരെ മാത്രമല്ല, കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിധി പ്രഖ്യാപിച്ച അഗർവാൾ എന്ന സെഷൻസ് ജഡ്ജിയും നാഗർവാലയുടെ കുറ്റസമ്മത മൊഴി എഴുതി വാങ്ങിക്കുകയും നാഗർവാലയ്ക്ക് എതിരായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത ഹന്ന എന്ന മജിസ്ട്രേറ്റിനെയും കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലുള്ള ആളുകളെയും റെഡ്ഡി കമ്മീഷൻ വിവിധ ദിവസങ്ങളിലായി കോടതിയിൽ വിളിച്ചു വരുത്തി. ശരിക്കും രസകരമായ വിചാരണ തന്നെയാണ് റെഡ്ഡി കമ്മീഷനകത്ത് നടന്നത്. അങ്ങനെ വിളിച്ചു വരുത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ സാക്ഷാൽ മൽഹോത്രയാണ്. മൽഹോത്ര ആ ബാങ്കിലെ ചീഫ് കാഷ്യറാണ്. അയാളെ സർവീസിൽ നിന്ന് SBI ഡിസ്മിസ് ചെയ്തിരിക്കുകയുമാണ്. അയാൾക്ക് പെൻഷൻ പോലും SBI കൊടുത്തിട്ടില്ല. മൽഹോത്രയോട് റെഡ്ഡി കമ്മീഷൻ അന്ന് നടന്ന സംഭവങ്ങൾ ഒരിക്കൽ കൂടി പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ മൽഹോത്ര അന്ന് പോലീസിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ മൽഹോത്ര ആ കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ചരൺ സിംഗ് ലോകസഭയിൽ ഒരു പ്രസ്താവന നടത്തി. ഈ മൽഹോത്ര സത്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. അയാൾ മാരുതി കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. മാരുതി കമ്പനിയും മൽഹോത്രയും കണക്ട് ചെയ്തുകൊണ്ട് ആ പ്രസ്താവന ചരൺ സിംഗ് നടത്തുന്നതിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധിയാണ്. സഞ്ജയ് ഗാന്ധിയുടെ സ്കൂൾ പഠനകാലം ആരംഭിക്കുന്നത് ദില്ലിയിലെ സെന്റ് കൊളംബിയ സ്കൂളിൽ നിന്നാണ്. അവിടുത്തെ പഠനത്തിന് ശേഷം സഞ്ജയ് പഠിച്ചത് ഡെറാഡൂണിലെ വെൽഹം ബോയ്സ് സ്കൂളിലും പിന്നീട് ഡൂൺ സ്കൂളിലുമാണ്. ഡൂൺ സ്കൂളിലെ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി പഠനം ആരംഭിച്ച സഞ്ജയ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഡ്രോപ്പ് ഔട്ട് ആയതും ഇന്ദിരാഗാന്ധി സഞ്ജയെ ലണ്ടനിലേക്ക് അയച്ചു. സഞ്ജയ്ക്ക് വാഹനങ്ങളോട് ഒരു ക്രേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ദിര സഞ്ജയിനെ UK അയച്ചത്. ലണ്ടനിൽ കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് കമ്പനിയിലാണ് ഒരു അപ്രന്റീസായി സഞ്ജയ് ജോയിൻ ചെയ്യുന്നത്. 3 വർഷത്തെ കോഴ്സാണ്. സഞ്ജയ് ഗാന്ധി ആ കോഴ്സ് UK പഠിക്കുമ്പോൾ ഇന്ദിരയും UK ഇന്ദിരയുടെ മൂത്ത മകൻ രാജീവ് ഗാന്ധിയും ആ സമയത്ത് UK പഠിക്കുകയാണ്. ഭർത്താവായ ഫിറോസ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് ഇന്ദിര ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. ആ ഇന്ദിര ഒന്ന് ആക്റ്റീവ് ആകുന്നത് മക്കള് ലണ്ടനിൽ പഠനം ആരംഭിക്കുമ്പോഴാണ്. സഞ്ജയ് ഗാന്ധി റോൾസ് റോയ്സ് കമ്പനിയിൽ 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തീകരിക്കുമെന്നാണ് ഇന്ദിര കരുതിയിരുന്നത്. അതിനിടയിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണമുണ്ടാകുന്നതും ഇന്ദിര ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതും ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ വിതരണത്തിന്റെ ചുമതലയുള്ള മന്ത്രിയാകുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് ശാസ്ത്രിയുടെ മരണമുണ്ടാകുന്നതും അതിനുശേഷം ഇന്ദിര പ്രധാനമന്ത്രിയാകുന്നതും. ഇന്ദിര പ്രധാനമന്ത്രിയായി 2ാം വർഷത്തിൽ സഞ്ജയ് ഗാന്ധി അയാളുടെ പഠനം അവസാനിപ്പിച്ചു. അപ്പോൾ വർഷം 1968 ആണ്. 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെയാണ് സഞ്ജയ് ഗാന്ധി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നെങ്കിലും സഞ്ജയിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം മുട്ടിട്ടിരുന്നു. ഒരു ചെറിയ കാറ് നിർമ്മിക്കാനുള്ള ഒരു ഫാക്ടറി ഇന്ത്യയിൽ തുടങ്ങണമെന്നുള്ള ഒരു മോഹമാണ് സഞ്ജയുടെ മനസ്സിലുണ്ടായത്. സഞ്ജയ് ആ കാര്യം അവനുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു ചർച്ച തുടങ്ങി വെച്ചിരുന്നു. അന്ന് ഇന്ത്യയിൽ അംബാസഡർ കാറും ഫിയറ്റ് കാർ പോലുള്ള കാറുകളുമാണ് ഉള്ളത്. സാധാരണക്കാർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാറ് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരൻ സഞ്ജയ് ഗാന്ധി തന്നെയാണ്. ഗവൺമെന്റിന്റെയും പ്ലാനിംഗ് കമ്മീഷന്റെ മുന്നിൽ സഞ്ജയ് ഒരു റിക്വസ്റ്റ് വെച്ചപ്പോൾ അത് പ്ലാനിംഗ് കമ്മീഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അംഗീകരിച്ചു. സഞ്ജയിന് വേണ്ടി മാത്രമായിട്ട് കാർ നിർമ്മാണം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അപേക്ഷ വിളിച്ചു. അനവധി ആളുകൾ 1970 ആ ആപ്ലിക്കേഷന് മറുപടി കൊടുത്തു. അനവധി കമ്പനികൾ കാർ നിർമ്മിക്കാനുള്ള താല്പര്യം അറിയിച്ചെങ്കിലും സഞ്ജയ് ഗാന്ധിയുടെ അപേക്ഷ മാത്രമാണ് സർക്കാർ അംഗീകരിച്ചത്. ദില്ലിയിലെ റോഷ്നാര ബാഗിലുള്ള ഒരു ഗ്യാരേജിൽ സഞ്ജയ് ഗാന്ധി അയാളുടെ ആ കാർ നിർമ്മിക്കുന്നതിനുള്ള സ്വപ്നത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. 1970 സെപ്റ്റംബർ മാസത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സഞ്ജയിന് ഒരു സമ്മതപത്രം കൊടുത്തു. വർഷം തോറും 50,000 കാർ വീതം നിർമ്മിക്കാനുള്ള അനുവാദമാണ് സഞ്ജയ് ഗാന്ധിക്ക് സർക്കാർ കൊടുക്കുന്നത്. അനവധി ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നതിനിടയിൽ നിന്നാണ്
സഞ്ജയ് ഗാന്ധിക്ക് മാത്രമായി അനുവാദം കിട്ടിയത്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇന്ദിര സ്വജനപക്ഷപാതം കാണിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. ഇന്ദിരയുടെ മകനായതുകൊണ്ട് മാത്രമാണ് സഞ്ജയ് ഗാന്ധിയുടെ അപേക്ഷ സർക്കാർ അനുവദിച്ചത്. അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു സംശയവുമില്ല. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആ ആക്ഷേപത്തിന് ഇന്ദിര മറുപടി ഒന്നും പറയാൻ പോയില്ല. മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ് സഞ്ജയ് ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെയും 1971 ഓഗസ്റ്റ് മാസത്തിൽ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാഗർവാല കേസ് സംഭവിക്കുന്നത്. നാഗർവാല കേസ് സംഭവിക്കുന്ന സമയത്ത് ഹരിയാന സർക്കാർ സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി മാരുതി കാർ നിർമ്മിക്കാനായി സ്ഥലം അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരിയാന മുഖ്യമന്ത്രി ബെൻസ്ലാലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഹരിയാനയിലെ ഗുർഗാവ് മേഖലയിലുള്ള വയലുകളും തരിച്ചു ഭൂമികളും ഒക്കെയാണ് സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി അക്വയർ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ മകനായതുകൊണ്ട് തന്നെ ബെൻസ്ലാൽ സർക്കാർ പ്രത്യേക പരിഗണന കൊടുത്ത് അതിവേഗതയിലാണ് സ്ഥലം അക്വയർ ചെയ്യുന്നത്. 297 ഏക്കറാണ് ബെൻസ്ലാൽ സർക്കാർ മാരുതിക്ക് വേണ്ടി കണ്ടെത്തിയത്. ഒരു ഏക്കറിന് സഞ്ജയ് ഗാന്ധി കൊടുക്കേണ്ടത് 12,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 35 ലക്ഷം രൂപ സഞ്ജയ് ഗാന്ധി ഹരിയാന സർക്കാരിന് ആ കാര്യവുമായി ബന്ധിപ്പിച്ച് അടയ്ക്കേണ്ടതുണ്ട്. ഹരിയാന സർക്കാരിന് സഞ്ജയ് ഗാന്ധി കൊടുക്കാനുള്ള 35 ലക്ഷം രൂപ സഞ്ജയ് ഗാന്ധിക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി SBIയുടെ രഹസ്യ അക്കൗണ്ടിൽ ഇന്ദിര സൂക്ഷിച്ചിരുന്ന പണം ഇന്ദിര അവിടുത്തെ ഹെഡ് ക്യാഷർ വഴി പിൻവലിച്ച് അവർക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ഏജന്റിന്റെ കൈവശം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് 71 മെയ് 24 പകൽ നടന്നതെന്നും, പക്ഷേ അന്നുണ്ടായ ചില ആകസ്മിക സംഭവങ്ങളുടെ ഫലമായിട്ട് മൽഹോത്ര പോലീസിന് ആ കാറിന്റെ നമ്പർ കൊടുത്തോടുകൂടി കഥ ആകെ മാറി മറിഞ്ഞെന്നും അന്ന് തന്നെ ആ പണം തിരിച്ച് SBIയിൽ എത്തിയതുകൊണ്ടാണ് സഞ്ജയ് ഗാന്ധിയുടെ കയ്യിലേക്ക് ആ പണം എത്താതെ പോയത്. അതുകൊണ്ടാണ് പിന്നീട് ആ കേസ് വഴി ജോലി നഷ്ടപ്പെട്ട മൽഹോത്രയ്ക്ക് സഞ്ജയ് ഗാന്ധി അയാളുടെ മാരുതി ഫാക്ടറിയിൽ ജോലി കൊടുത്തത്. ഈ ശൈലിയിലൊരു ആരോപണമാണ് ചരൺ സിംഗ് ലോക്സഭയിൽ ഉന്നയിച്ചത്. ചരൺ സിംഗിന്റെ ആ പ്രസ്താവന സ്വാഭാവികമായിട്ടും റെഡ്ഡി കമ്മീഷൻ അന്വേഷണത്തിന് വിധേയമാക്കി. മാരുതി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെയും മറ്റ് ഡയറക്ടേഴ്സിനെയും എന്ന് വേണ്ട HR ഡിപ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ റെഡ്ഡി കമ്മീഷൻ അവരുടെ സവിധത്തിലേക്ക് വിളിച്ചു വരുത്തി. സകല റെക്കോർഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ റെക്കോർഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ റെഡ്ഡി കമ്മീഷൻ അവസാനം അതിന് തീർപ്പ് കൽപ്പിച്ചു. മാരുതി കമ്പനിയുമായി മൽഹോത്രയ്ക്ക് ഒരു ബന്ധവുമില്ല. ചരൺ സിംഗ് ലോകസഭയിൽ പറഞ്ഞത് 100% കളവാണ്. റെഡ്ഡി കമ്മീഷൻ ആ കാര്യം അങ്ങനെ പറയുമ്പോൾ ചരൺ സിംഗ് മറ്റൊരു ആരോപണം ഉന്നയിച്ചു. 24-ാം തീയതി ഈ ക്രൈം നടക്കുന്ന അതേ ദിവസം രാത്രി സഞ്ജയ് ഗാന്ധി മൗറീഷ്യസിലേക്ക് പോകാനായി വിമാനം ചാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഇന്ദിരയോട് തന്നെ റെഡ്ഡി കമ്മീഷൻ റെഡ്ഡി കമ്മീഷനിൽ വന്ന ആ ദിവസം ചോദിക്കുകയുണ്ടായി. അതിന് ഇന്ദിര പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. ഈ പറഞ്ഞ ദിവസം എന്തായാലും സഞ്ജയ് മൗറീഷ്യസിലേക്ക് പോയിട്ടില്ല. അക്കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇന്ദിരയെ ചോദ്യം ചെയ്യുന്ന പ്രോസിക്യൂഷൻ ആളുകൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ദിരയ്ക്ക് മൽഹോത്രയെ വ്യക്തിപരമായി പരിചയമുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. ഇന്ദിര അതിന് അങ്ങനെ ഒരു പരിചയമില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. മൽഹോത്ര പക്ഷെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിനും ഇന്ദിര പറഞ്ഞ മറുപടി അങ്ങനെ തന്നെയാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് SBIയുടെ ശാഖയിലെ ആളുകൾ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളും അതുപോലെ സംഭാവനകളൊക്കെ സ്വീകരിക്കാനായി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തും. ആ വസതിയിൽ അന്ന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ മൽഹോത്ര ഉണ്ടാകാം. മൽഹോത്ര അതിനുശേഷം ഞാൻ പ്രധാനമന്ത്രിയായപ്പോഴും വന്നിട്ടുണ്ടാകാം. എന്നാൽ വ്യക്തിപരമായി മൽഹോത്രയെ എനിക്ക് പരിചയമില്ല. അത് മാത്രമല്ല, ആ വിഷയവുമായി ബന്ധിപ്പിച്ച് ഇന്നെനിക്ക് വ്യക്തമായ ഒരു മറുപടിയുണ്ട്. മൽഹോത്ര പാർലമെന്റ് സ്ട്രീറ്റിലെ SBIയുടെ ചീഫ് കാഷ്യറാണ്. 20ാമത്തെ വയസ്സിൽ ഇംപീരിയൽ ബാങ്കിൽ അംഗമായ വ്യക്തിയാണ് മൽഹോത്ര. സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ഇംപീരിയൽ ബാങ്കിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 45-ൽ സ്വാതന്ത്ര്യം കിട്ടും മുമ്പേ ജോലിയിൽ കയറിയ മൽഹോത്രയ്ക്ക് 71-ൽ 26 വർഷത്തെ സർവീസ് ഉണ്ടെന്നാണ്. അത്രയും വർഷത്തെ സർവീസുള്ള മൽഹോത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാളെ ഫോണിൽ വിളിച്ച് പണം കൊണ്ടുചെല്ലാൻ
പറയുമെന്ന് വിശ്വസിക്കുന്നതിനെ തെറ്റാണ്. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. അതാണ് ഇന്ദിരയുടെ സ്റ്റാൻഡ്. മൽഹോത്ര ആ ബാങ്കിൽ നിന്ന് അത്രയും ക്യാഷ് പിൻവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് അക്ഷന്തികമായ തെറ്റാണെന്നാണ് ഇന്ദിര റെഡ്ഡി കമ്മീഷനിൽ പറഞ്ഞത്. എന്നാൽ ഇതേ വിഷയം പാർലമെന്റിൽ ഇന്ദിര പ്രധാനമന്ത്രി ഇരിക്കുന്ന സമയത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇന്ദിര അതിനൊന്നും മറുപടി പറയാൻ തയ്യാറായിട്ടേയില്ല. ഇന്ദിരയ്ക്ക് വേണ്ടി അന്ന് ലോകസഭയിൽ മറുപടി പറഞ്ഞിരുന്നത് YB ചവാനാണ്. നാഗർവാല കേസ് ലോകസഭയിൽ ആരെങ്കിലും ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണെന്ന് അറിയുന്ന ആ നിമിഷത്തിൽ ഇന്ദിര സഭയ്ക്ക് പുറത്തേക്ക് പോവുകയാണ് പതിവെന്നാണ് റെഡ്ഡി കമ്മീഷനിൽ ചരൺ സിംഗും പിന്നീട് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പറഞ്ഞത്. മൊറാർജി പേഴ്സണലായിട്ട് റെഡ്ഡി കമ്മീഷൻ മുന്നിൽ ഹാജരായി മൊറാർജി നേരത്തെ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ ആരോപണങ്ങൾ ഒന്നൊന്നായി ആവർത്തിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രിയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പുതിയ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഒരു കമ്മീഷന് മുന്നിൽ ഹാജരാകുന്നത് വളരെ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. റെഡ്ഡി കമ്മീഷന് മുന്നിൽ ഇന്ദിരാഗാന്ധി പലതവണ ഹാജരായി, അതുപോലെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. റെഡ്ഡി കമ്മീഷന് മുന്നിൽ ഹാജരായ പ്രധാനമന്ത്രി മൊറാർജി ദേശായി വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ് മൊറാർജി ദേശായി. നെഹ്റുവിന്റെ മന്ത്രിസഭയിലും ഇന്ദിരയുടെ മന്ത്രിസഭയിലും മൊറാർജി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെ കുറിച്ച് തനിക്ക് നല്ല ധാരണ ഉണ്ടെന്നാണ് കമ്മീഷന് മുന്നിൽ മൊറാർജി പറഞ്ഞത്. മൊറാർജി പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. SBI അവരുടെ ബ്രാഞ്ചുകളിൽ നിന്ന് ഒരു കക്ഷിക്ക് വേണ്ടിയും പണം ഒരു ട്രങ്ക് പെട്ടിയിൽ അടുക്കി കൊണ്ടുപോകുന്ന പതിവില്ല. അങ്ങനെ ഒരു ട്രങ്ക് പെട്ടിയും SBIക്ക് ഇല്ല. പക്ഷേ മൊറാർജിയുടെ ആ വാദത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടെന്ന് SBIയിലെ ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ചില സമയത്ത് അവർ ട്രങ്ക് പെട്ടിയിൽ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ മൊറാർജി പറയുന്ന വാദം അതൊന്നുമല്ല. ആ ട്രങ്ക് പെട്ടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി SBIയിൽ സൂക്ഷിച്ചിരുന്നതാണ്. SBIയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ദിരയുടെ പണമാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. അതല്ലാതെ SBIയുടെ അക്കൗണ്ടിലുള്ള പണമേ അല്ല. ആ പണം ഒരു തരത്തിലും SBIയുമായിട്ടോ മറ്റേതെങ്കിലും ബാങ്കിങ് ആക്ടിവിറ്റിയുമായോ ബന്ധപ്പെട്ടതല്ല. ഇന്ദിരയുടെ രഹസ്യ ഇടപാടുകൾ വഴി ഇന്ദിരയ്ക്ക് ലഭിക്കുന്ന പണം ഇന്ദിര രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് പാർലമെന്റ് സ്ട്രീറ്റിലെ ആ SBI ബാങ്കിലെ ആ സ്ട്രോങ് റൂമിനകത്താണെന്നാണ് മൊറാർജിയുടെ അഭിപ്രായം. അങ്ങനെ ഇന്ദിര സൂക്ഷിച്ചിരുന്ന പണം ഇന്ദിര ആ ക്യാഷറെ വിളിച്ചു പറയുമ്പോൾ ക്യാഷർ ഇന്ദിര പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അങ്ങനെ സ്ഥിരമായി ആ പരിപാടി ഇന്ദിര നടത്താറുണ്ട്. മൊറാർജി ദേശിയുടെ ആ ആരോപണത്തെ സാധൂകരിക്കാൻ കഴിയുന്ന ഒരു തെളിവും മൊറാർജിക്ക് കൊടുക്കാൻ പറ്റില്ല. SBIയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തെങ്കിലും അവരാരും തന്നെ മൊറാർജി പറഞ്ഞ ആ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മൊറാർജിയുടെ ആ ഭരണ സംവിധാനം വൻതോതിൽ പ്രഷർ ചെലുത്തിയിട്ടും മൊറാർജി പറഞ്ഞ വാദത്തെ സാധൂകരിക്കാൻ കഴിയുന്ന ഒരു തെളിവും സംഘടിപ്പിക്കാൻ മൊറാർജിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റെഡ്ഡി കമ്മീഷൻ ആ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു. അതുപോലെ തന്നെയാണ് സഞ്ജയ് ഗാന്ധിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ചരൺ സിംഗ് പറഞ്ഞ വാദത്തെയും റെഡ്ഡി കമ്മീഷൻ തള്ളിപ്പറയുകയായിരുന്നു. റെഡ്ഡി കമ്മീഷൻ അവർക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രം അനലൈസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഉപയോഗിക്കുന്നത്. റെഡ്ഡി കമ്മീഷന്റെ നിശ്ചിതമായ വിമർശനത്തിന് വിധേയയായ ഒരാൾ സാക്ഷാൽ മജിസ്ട്രേറ്റ് ഖാന്നയാണ്. മജിസ്ട്രേറ്റിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് പരമാവധി 2 കൊല്ലം വരെ തടവ് കൊടുക്കാൻ കഴിയുന്ന കേസുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നാഗർവാലയുടെ കേസ് ആ മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ആ മജിസ്ട്രേറ്റിന് പോലും അറിയാം ആ കേസിന്റെ വ്യാപ്തി വളരെ വലുതാണ്. സെഷൻസ് ജഡ്ജ് കൈകാര്യം ചെയ്യേണ്ട ആ കേസ് മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്തതേ തെറ്റ്. രണ്ടാമത്തെ കാര്യം, ഖന്ന മെയ് 27 ഉച്ചയ്ക്ക് ഹനയുടെ ഓഫീസിലെത്തിയ നാഗർവാല പറഞ്ഞ മൊഴി എഴുതിയെടുക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത തിടുക്കം കാണിച്ചു. ഉച്ചഭക്ഷണം ഒഴിവാക്കി നാഗർവാലയുടെ മൊഴി മുഴുവൻ എഴുതിയെടുത്ത ഖന്ന ആ മൊഴി എഴുതിയെടുക്കുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മൊഴി എഴുതിയെടുക്കേണ്ടത് ഓപ്പൺ കോർട്ടിലാണ്. സകല ആളുകളും കേൾക്കണം. ആ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി മൊഴി എഴുതിയെടുക്കേണ്ട ജഡ്ജി അന്വേഷണ ഉദ്യോഗസ്ഥനായ കശ്യപിന്റെയും മറ്റ് 2 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇൻ ക്യാമറയായി ഈ മൊഴി എഴുതിയെടുത്തിരിക്കുന്നത്.
ഇൻ ക്യാമറയായി എഴുതിയെടുക്കുന്ന മൊഴി രഹസ്യമൊഴിയാണ്. രഹസ്യമൊഴി എഴുതിയെടുക്കുന്നത് ആ മൊഴി രഹസ്യമായിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അന്ന് വൈകുന്നേരം ആ മൊഴി പത്രങ്ങൾക്ക് കൊടുത്തപ്പോൾ രഹസ്യമൊഴിയുടെ പ്രസക്തി അവസാനിക്കുകയും ചെയ്തു. ഖന്ന എന്തിന് ആ മൊഴി അങ്ങനെ എഴുതിയെടുത്തു? ആ മൊഴി എഴുതിയെടുക്കുമ്പോൾ അത് 24 പേജുണ്ട്. ആ മൊഴി എഴുതിയെടുത്ത് വിത്തിൻ അവർ ആ മൊഴിയുടെ ബേസിൽ മാത്രം ഖന്ന വിചാരണ പൂർത്തീകരിക്കുകയും നാഗർവാലയെ ശിക്ഷിക്കുകയും ചെയ്തു. ആ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഗർവാല പറഞ്ഞിരിക്കുന്ന ഒരാളെപ്പോലും കോടതിയിലേക്ക് വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. ഏത് മൊഴിയും നിലനിൽക്കണമെങ്കിൽ അന്ന് സപ്പോർട്ടീവ് ഡോക്യുമെന്റ് വേണം. ആ സപ്പോർട്ടീവ് ഡോക്യുമെന്റുകൾ ചിലപ്പോൾ വ്യക്തികളാകാം, അല്ലെങ്കിൽ മറ്റ് തെളിവുകളാകാം. അതൊന്നും കളക്ട് ചെയ്യാതെ ആ കുറ്റസമ്മത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ ശിക്ഷിക്കാൻ ഖന്നയ്ക്ക് അധികാരം ഉണ്ടായിരുന്നില്ല എന്നാണ് റെഡ്ഡി കമ്മീഷൻ കണ്ടെത്തിയത്. റെഡ്ഡി കമ്മീഷൻ ഖന്നയെ വിളിക്കുമ്പോൾ ഖന്ന UP കേഡറിലാണ്. UP കേഡറിൽ ഉണ്ടായിരുന്ന ഖന്നയെ ദില്ലി സർക്കാർ ഡെപ്യൂട്ടേഷനിൽ എടുത്തിരിക്കുമ്പോഴാണ് അയാൾ മജിസ്ട്രേറ്റായി ദില്ലിയിൽ വർക്ക് ചെയ്തിരുന്നത്. അയാളുടെ പാരന്റ് സ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷമാണ് റെഡ്ഡി കമ്മീഷന് മുന്നിൽ അയാൾ ഹാജരാകുന്നത്. രസകരമായ മറ്റൊരു കാര്യം, ഖന്ന റെഡ്ഡി കമ്മീഷന് മുന്നിൽ ഹാജരാകുന്ന ആ 78-ൽ ഖന്ന സസ്പെൻഷനിലാണ്. അഴിമതി ആരോപിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റായ ഖന്നയെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് ഖന്ന റെഡ്ഡി കമ്മീഷനിൽ എത്തുന്നത്. ഖന്ന എന്തിന് ധൃതി പിടിച്ച് വെറും 2 മണിക്കൂർ കൊണ്ട് വിചാരണ പൂർത്തീകരിച്ച് നാഗർവാലയെ ശിക്ഷിക്കണം? ആ ചോദ്യം ഖന്നയോട് തന്നെ റെഡ്ഡി കമ്മീഷൻ ചോദിച്ചു. അതിന് ഖന്നയ്ക്ക് മറുപടിയുണ്ട്. ഒരു ബാങ്കിൽ നിന്ന് ബാങ്കുകാരെ പറ്റിച്ച് ഒരാൾ കുറച്ച് പണം സംഘടിപ്പിക്കുന്നു. ആ പണം ഏതാനും മണിക്കൂറുകൾക്കും തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ ക്രൈമിൽ അയാളല്ലാതെ വേറെ ആരും ഇല്ല എന്നാണ് അയാളുടെ കുറ്റസമ്മത മൊഴി പറയുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ആ കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്? അതുകൊണ്ട് വിചാരണ നടത്തി ഞാൻ അയാൾക്ക് ആവശ്യമായ ശിക്ഷ കൊടുത്തു. വളരെ വ്യക്തമാണ് ഖന്നയുടെ ആ മറുപടി. പക്ഷേ ആ മറുപടി റെഡ്ഡി കമ്മീഷൻ മുഖവിലേക്ക് എടുത്തില്ല. ഖന്ന അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന് തന്നെയാണ് റെഡ്ഡി കമ്മീഷന്റെ പൂർണ്ണ വിശ്വാസം. ഈ സമയത്ത് ഖന്നയെ കൂടാതെ റെഡ്ഡി കമ്മീഷന്റെ ശ്രദ്ധ കടന്നുപോയത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കാണ്. അന്വേഷണം നടന്ന ആ ദിവസത്തെ ഓരോ പ്രവർത്തനങ്ങളും റെഡ്ഡി കമ്മീഷൻ സൂക്ഷ്മമായി വിലയിരുത്തി. ഉച്ചയ്ക്ക് പാർലമെന്റിനടുത്ത് ഹസ്കറെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പാർലമെന്റ് സ്ട്രീറ്റിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മൽഹോത്ര എത്തിയ നിമിഷം മുതലാണ് കാശിപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുമുതൽ അതിവേഗതയിലാണ് കാര്യങ്ങൾ നടന്നത്. ആ അതിവേഗതയിൽ കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു പരാതി വേണമല്ലോ. പരാതി ആരാണ് കൊടുത്തത്? അതാണ് റെഡ്ഡി കമ്മീഷന്റെ ചോദ്യം. ആ ചോദ്യത്തിന് റെഡ്ഡി കമ്മീഷന് പോലീസ് നൽകിയ ഉത്തരം രസകരമായ ഒരു ഉത്തരമാണ്. ആ പരാതി പോലീസിന് കിട്ടിയിരിക്കുന്നത് ഒരു റാവൽ സിംഗ് എന്നാണ്. SBIയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് റാവൽ സിംഗ്. റാവൽ സിംഗും ബത്രയും ഖന്നയും മൽഹോത്രയും ഇവർ 4 പേരും കൂടി ചേർന്നാണ് ആ നോട്ടുകൾ ആ ബോക്സിലേക്ക് നിറയ്ക്കുന്നതും പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ബത്രയ്ക്കൊപ്പമുള്ള മറ്റേ കാഷ്യറുടെ പേരാണ് റാവൽ സിംഗ്. റാവൽ സിംഗിന്റെ പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത് രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോഴാണ്. അപ്പോ റെഡ്ഡി കമ്മീഷൻ ആ ചോദ്യം ചോദിച്ചു. ഉച്ചയ്ക്ക് 2:30 മുതൽ ഈ കേസ് നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കേസ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പരാതി ഇല്ലേ? അതാണ് ചോദ്യം. പരാതി ഇല്ലാതെ ഒരു കേസ് അന്വേഷിക്കാൻ പോലീസ് സ്വാഭാവികമായി ശ്രമിക്കത്തില്ലല്ലോ. SBIയിൽ നിന്ന് ആരോ കബളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയ 60 ലക്ഷം രൂപ തിരക്കി പോലീസ് ഇറങ്ങുമ്പോൾ പരാതി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ അന്വേഷിച്ചത്? ആ ചോദ്യം റെഡ്ഡി കമ്മീഷൻ ചോദിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ബാലൻസ് ഉള്ള രാജ്പാലും ബാക്കിയുള്ളവരും ഒക്കെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അവരുടെ അഭിപ്രായത്തിൽ പരാതി ഉണ്ട്. ആ പരാതി എവിടെ എന്നുള്ള റെഡ്ഡി കമ്മീഷന്റെ ചോദ്യത്തിനാണ് അവർക്ക് മറുപടി ഇല്ലാത്തത്. പരാതി ഉണ്ടായിരുന്നുവെന്നും ആ പരാതി അവർക്ക് ലഭിച്ചത് മൽഹോത്രയിൽ നിന്ന് ആയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൽഹോത്ര വാദിയാകും. മൽഹോത്രയെ പ്രതിയാക്കി മാറ്റി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന SBIക്കും മൽഹോത്രയുടെ പേരിൽ കേസെടുക്കുകയും മൽഹോത്രയ്ക്കെതിരെ കോടതിയിൽ കേസ് നടത്തുകയും ചെയ്ത പോലീസിനും മൽഹോത്രയാണ് വാദി എന്ന് പറയുമ്പോൾ കേസ് തികച്ചും മറ്റൊരു കോണിലേക്ക് മാറും. അതുകൊണ്ട് റെഡ്ഡി കമ്മീഷന് മുന്നിൽ പോലീസ് ഏതാണ്ട് ഉരുണ്ട് കളിക്കുകയായിരുന്നു. മൽഹോത്ര പക്ഷേ മറ്റൊരു ഭാഷ്യമാണ് കോടതി പറഞ്ഞത്. വൈകുന്നേരം 4 മണിയോടുകൂടി ഉറുദു ഭാഷയിൽ അയാൾ പറഞ്ഞ ആ പരാതി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയെടുക്കുകയും അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വായിക്കുകയും ചെയ്തതാണ്.
റാവൽ സിംഗും അത് തന്നെയാണ് പറഞ്ഞത്. അയാളും ഉറുദു ഭാഷയിലാണ് ആ പരാതി കൊടുത്തത്. അത് സംഭവിച്ച സമയം അയാൾക്ക് ഈ 78 ഓർമ്മയില്ല. അയാൾ ഒരു കാര്യം റെഡ്ഡി കമ്മീഷനോട് പറഞ്ഞു, പോലീസ് നൽകിയ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു, പരാതി അവർ പിന്നീട് എഴുതുകയായിരുന്നു. വെള്ള പേപ്പറിൽ റാവൽ സിംഗിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കായിരുന്നു എന്നാണ് റാവൽ സിംഗ് കോടതി പറഞ്ഞത്. പോലീസിന്റെ അന്വേഷണത്തിൽ എവിടെയൊക്കെയോ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ആ പാളിച്ചകളുടെ കൂട്ടത്തിൽ റെഡ്ഡി കമ്മീഷന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് 2 സഹോദരന്മാരുടെ സാന്നിധ്യമാണ്. പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയായ ടണ്ടനും ടണ്ടന്റെ സഹോദരനും ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. രാജ്പാൽ അവരെ ആ നോട്ടുകെട്ടുകൾ കാണിച്ചു എന്ന് രാജ്പാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം? അയാൾക്ക് അതിനകത്ത് എന്താ താല്പര്യം? സ്വാഭാവികമായും ടണ്ടനെ കമ്മീഷൻ വിളിച്ചു വരുത്തി. കമ്മീഷൻ ടണ്ടനെ വിളിച്ചു വരുത്തുമ്പോൾ ടണ്ടൻ ദില്ലി ചീഫ് സെക്രട്ടറിയാണ്. കാലം അതിവേഗം ഓടിപ്പോവുകയാണല്ലോ. ടണ്ടൻ പക്ഷേ പറഞ്ഞത് രസകരമായ മറ്റൊരു സംഭവമാണ്. അയാളുടെ അനുജൻ അയാളെ കാണാൻ വന്നപ്പോൾ 2 പേരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങി. ചായ കുടിക്കാനായിട്ട് പാർലമെന്റ് സ്ട്രീറ്റിലോട്ട് നടക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ആ സ്റ്റേഷനടുത്തേക്ക് വരുന്ന കണ്ടു. വലിയ തിരക്ക്. ആ കൂട്ടത്തിൽ IG-യും DIG-യും SP ഒക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്നറിയാനായിട്ട് അവർ വെറുതെ ആ സ്റ്റേഷനിലേക്ക് കയറിയതേ ഉള്ളെന്നാണ് ടാൻഡന്റെ മൊഴി. വെറുതെ തിരക്കി എന്ന് ടാൻഡൻ പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കമ്മീഷൻ ഒരു ചോദ്യം ടാനോട് ചോദിച്ചു. ഉച്ചയ്ക്ക് വെറുതെ ആ സ്റ്റേഷനിലേക്ക് വന്നു, ആ കാര്യം സമ്മതിക്കാം. പക്ഷെ രാത്രി നിങ്ങൾ വീണ്ടും അവിടെ ചെന്നിരുന്നല്ലോ. അല്ല, അത് എന്തായി ബാക്കി കാര്യങ്ങൾ അറിയാൻ ചെന്നതാണ്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഈ വിഷയത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ടാൻറ്റന്റെ ആ 2 സമയത്തുള്ള എൻട്രിയെ റെഡ്ഡി കമ്മീഷൻ പക്ഷേ നോക്കിക്കണ്ടത്. ഇതേ സമയത്ത് തന്നെ റെഡ്ഡി കമ്മീഷൻ കാശിമിന്റെ മരണത്തെ നിശ്ചിതമായിട്ട് ഒന്ന് പരിശോധിച്ചിരുന്നു. ആ മരണം യാദൃശ്യമായി സംഭവിച്ച അല്ല എന്ന് മദർലാൻഡിൽ മൊറാർജി ദേശായിയും പിന്നീട് ചരൺ സിംഗും ഒക്കെ ലേഖനങ്ങൾ വഴി സമർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അവർ 2 പേരും റെഡ്ഡി കമ്മീഷനിൽ ഹാജരായപ്പോൾ ആ കാര്യം പ്രൂവ് ചെയ്യാൻ റെഡ്ഡി കമ്മീഷൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെ റെഡ്ഡി കമ്മീഷൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ എത്തിയ ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളും അതുവഴി ആ സമയത്ത് വന്ന ആ വിവാഹ പാർട്ടിയുടെ ബാക്കി കുതിരവണ്ടിയുള്ള ആളുകളും ഒക്കെ അന്ന് ഹാജരായിരുന്നു. കാശിമിന്റെ ഭാര്യയും അവരുടെ സഹോദരന്റെ ഭാര്യയും മക്കളും ഡ്രൈവർ വിശ്വനാഥും ഒക്കെ സ്വാഭാവികമായിട്ട് റെഡ്ഡി കമ്മീഷനോട് മറുപടി പറഞ്ഞവരാണ്. എല്ലാ മറുപടികളും പരിശോധിച്ച റെഡ്ഡി കമ്മീഷൻ അക്കാര്യം വ്യക്തമാക്കി. കാശിമിന്റെ മരണം തികച്ചും ഒരു ആക്സിഡന്റാണ്. ആ ആക്സിഡന്റുമായി വേറെ ഒരു സംഭവത്തിനും ബന്ധമില്ല. അതേ ശൈലി തന്നെയാണ് നാഗർവാലയുടെ മരണവുമായി ബന്ധിപ്പിച്ചും ഒരു വളരെ വലിയ പഠനം തന്നെ റെഡ്ഡി കമ്മീഷൻ നടത്തി. നാഗർവാല മരിച്ചിട്ടില്ലെന്നും നാഗർവാല ഇറ്റലിയിൽ സോണിയുടെ വസതി താമസിക്കുകയാണെന്നുള്ള ഒരു ആരോപണം ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെയാണ് റെഡ്ഡി കമ്മീഷൻ ചുമതലപ്പെടുത്തിയത്. അവർ അതിവേഗം റിപ്പോർട്ട് കൊടുത്തു. അങ്ങനൊരു സംഭവമേ ഇല്ല. സോണിയുടെ വസതിയിൽ നിന്നല്ല, ഇറ്റലിയിലോ ലോകത്തൊരിടത്ത് തന്നെ നാഗർവാല ഇല്ല. നാഗർവാല മരണപ്പെട്ടു. നാഗർവാലയുടെ മരണവുമായി ബന്ധപ്പെട്ട പക്ഷേ അതിനിശ്ചിതമായ വിമർശനമാണ് റെഡ്ഡി കമ്മീഷൻ നടത്തിയത്. നാഗർവാലയുടെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് നാഗർവാലയ്ക്കൊപ്പം ആ നോട്ട് കെട്ടുകൾ കണ്ടെടുക്കാനായി രണ്ടാമത്തിലേക്ക് കടക്കുന്ന സമയത്ത് SHO ഹരിദേവനും കൂടെ ഉണ്ടായിരുന്ന കശ്യപിനും ഒക്കെ ബോധ്യമായതാണ്. ഹരിദേവും കൂടെയുള്ള ഓഫീസേഴ്സൊക്കെ നാഗർവാല ഒന്നിന്റെ സ്ഥലത്ത് നിൽക്കുന്നതും ശ്വാസം എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. ആ സമയത്ത് അയാൾ ഹരിദേവനോട് പറയുകയും ചെയ്താണ് അയാൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്ന്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള രോഗിയായ നാഗർവാലയെ ആ ശൈലിയിലല്ല ജയിലിൽ പരിഗണിച്ചത്. നാഗർവാലയ്ക്ക് അസുഖം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് മുതൽ അടുത്ത 2 ആഴ്ചയിൽ നാഗർവാലയെ 5ഓളം വ്യത്യസ്ത ഹോസ്പിറ്റലുകളിൽ കറക്കിയ ജയിലധികാരികൾ അക്ഷന്തിമമായ തെറ്റാണ് ചെയ്തത്. നാഗർവാലയ്ക്ക് ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കൊടുക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടുവെന്ന് റെഡ്ഡി കമ്മീഷന് ഒരു സംശയവുമില്ല. അക്കാര്യം റെഡ്ഡി കമ്മീഷൻ അവരുടെ നിഗമനങ്ങളിൽ എടുത്തു പറയുകയും ചെയ്തു. നാഗർവാലയുടെ മരണം സ്വാഭാവികമാണ്, കാശിമിന്റെ മരണവും സ്വാഭാവികമാണ്. നാഗർവാലയുടെ ഒരു അങ്കിൾ
ഹൈദരാബാദിൽ കൊല്ലപ്പെട്ടിരുന്നു. അയാൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണം റെഡ്ഡി കമ്മീഷൻ നടത്തി. ആരോപിക്കപ്പെടുന്നത് പോലെ അയാൾക്ക് ഈ സംഭവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, നാഗർവാലയുമായിട്ട് പോലും അയാൾക്ക് ഒരു ബന്ധവുമില്ല. അക്കാര്യം റെഡ്ഡി കമ്മീഷൻ സാക്ഷിമൊഴികൾ വഴി വ്യക്തമാക്കി. നാഗർവാല കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു എങ്കിലും ആ ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ കൊടുക്കാൻ മാത്രം ആർക്ക് പറ്റിയില്ല. ഇതേ സമയത്താണ് റെഡ്ഡി കമ്മീഷനിലേക്ക് അനവധി ആളുകൾ ഞങ്ങൾക്ക് ആ കാര്യം അറിയാം, ഈ കാര്യം അറിയാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. പല ആളുകളും വളരെ മനോഹരമായ തിരക്കഥകളുമായിട്ടാണ് വരുന്നത്. ആ തിരക്കഥകൾ പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ മാത്രം അവരുടെ കയ്യിൽ കാണത്തില്ല. നാഗർവാല ഒരു CIA ഏജന്റാണ് എന്ന് പറയുന്ന കഥ ഉണ്ടാകുന്നതും അങ്ങനെയാണ്. പക്ഷെ ആ കഥയ്ക്ക് വ്യക്തമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനം നാഗർവാലയുടെ പ്രണയവുമായി ബന്ധിപ്പിച്ചാണ്. ദില്ലിയിൽ ആർമിയിൽ ഓഫീസറായിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തു വഴി ദില്ലിയിലെ US എംബസിയിലെ ഒരു സ്റ്റാഫിനെ നാഗർവാല പരിചയപ്പെട്ടിരുന്നു. അത് സംഭവിക്കുന്നത് 45-ലാണ്. ജാനസ് പിയേഴ്സ് എന്ന ആ പെൺകുട്ടിയുമായി പെട്ടെന്ന് തന്നെ നാഗർവാല അടുപ്പത്തിലായി. രണ്ടുപേരും തമ്മിലുള്ള ആ അടുപ്പം അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയമുള്ളതാണ്. ദില്ലിയിലുള്ള സമയത്ത് നാഗർവാലയും ജാനസ് പിയേഴ്സും ദില്ലിയിലെ തെരുവുകളിലൂടെ കറങ്ങി നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ദില്ലിയിൽ ജാനറ്റും നാഗർവാലയും സുഹൃത്തുക്കളായി അങ്ങനെ കഴിയുമ്പോഴാണ് പൂനെയിൽ വെച്ച് നാഗർവാലയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ആദ്യം ഒരു ബൈക്ക് ആക്സിഡന്റും അതിനുശേഷം ഒരു കാർ ആക്സിഡന്റും ഉണ്ടായി. ആ 2 ആക്സിഡന്റിന്റെയും ഫലമായിട്ട് 2 കൊല്ലക്കാലം നാഗർവാല ആശുപത്രിയിലായി. ആർമി ഉദ്യോഗസ്ഥനായ നാഗർവാലയെ അങ്ങനെയാണ് ആർമി 1950-ൽ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നത്. പെൻഷൻ പോലും കൊടുക്കാതെയാണ് ആർമി അന്ന് നാഗർവാലയെ പറഞ്ഞുവിടുന്നത്. വളരെ കാലത്തെ നിയമ യുദ്ധത്തിന് ശേഷം സുഹൃത്തുക്കളായ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി പ്രതിമാസം 35 രൂപ പെൻഷൻ അവസാനം നാഗർവാല സംഘടിപ്പിച്ചത് മറ്റൊരു കഥ. ഈ സമയത്തൊക്കെയും നാഗർവാലയെ താങ്ങി നിർത്തിയത് ഈ ജാനറ്റ് സ്പിയേഴ്സ് ആണ്. ജാനറ്റ് സ്പിയേഴ്സ് ട്രാൻസ്ഫറായി US മടങ്ങുമ്പോൾ ശരിക്കും നാഗർവാല വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജാനറ്റ് സ്പിയേഴ്സിന് US നിന്ന് ജപ്പാനിലെ ടോക്കിയോയിലേക്ക് സ്ഥലമാറ്റമായി. ടോക്കിയോയിൽ ജാനറ്റ് എത്തിയപ്പോൾ നാഗർവാല ദില്ലിയിൽ നിന്ന് ടോക്കിയോയിലേക്ക് തിരിച്ചു. പിന്നെ കുറേ വർഷം നാഗർവാല ജപ്പാനിലായിരുന്നു. ജപ്പാനിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവിടെ ആ സമയത്ത് നാഗർവാല ഏറ്റെടുത്തത്. കുറേ വർഷക്കാലം നാഗർവാല ജപ്പാനിലുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്ന് ജാനറ്റ് സ്പിയേഴ്സ് ഓസ്ലോയ്ക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ ജപ്പാനിൽ തന്നെ തുടർന്ന നാഗർവാല കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഈ സമയത്ത് ജപ്പാനിൽ നിന്ന് പല സാധനങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്ന് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് നാഗർവാല ചെയ്തിരുന്നത്. അങ്ങനെയാണ് നാഗർവാല പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്ന സാധനത്തിന് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് നാഗർവാല പിന്നീട് ജപ്പാനിലുള്ള പോക്ക് നടത്തിയത്. പക്ഷെ ഈ സമയത്ത് ഓസ്ലോയിൽ നിന്ന് ജാനറ്റ് സ്പിയേഴ്സ് ശ്രീലങ്കയിലെത്തിയിരുന്നു. അന്ന് സിലോൺ എന്നാണ് ശ്രീലങ്ക വിളിക്കുക. സിലോണിലെ കൊളംബോയിൽ ജോലിക്കെത്തിയ ജാനറ്റ് സ്പിയേഴ്സിനെ കാണാനായി പലപ്പോഴും നാഗർവാല അവിടേക്ക് പോകുമായിരുന്നു. അവരുടെ ബന്ധം അങ്ങനെ മുന്നേറുമ്പോൾ ജാനറ്റ് സ്പിയേഴ്സ് US-ൽ അവൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തായി സെമിത്തേരിയിൽ അവർ രണ്ടുപേരും മരിക്കുമ്പോൾ അടക്കാനുള്ള സ്ഥലം ബുക്ക് ചെയ്തു. അത്ര അടുപ്പം ജാനറ്റിന് നാഗർവാലയോട് ഉണ്ടായിരുന്നു. ഈ അടുപ്പത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ആരോപണം ഉണ്ടായത്. ജാനറ്റ് യഥാർത്ഥത്തിൽ CIA വേണ്ടി നാഗർവാലയെ കമ്പനി അടിച്ചതാണ്. നാഗർവാല ആർമിയിലെ ഉദ്യോഗസ്ഥനാണല്ലോ. നാഗർവാല വഴി ആർമി രഹസ്യങ്ങൾ ചോർത്തുക എന്നതാണ് ജാനറ്റിന്റെ ലക്ഷ്യമെന്നായിരുന്നു ആ ആരോപണത്തിന്റെ കാതൽ. പക്ഷെ ആ ആരോപണവും റെഡ്ഡി കമ്മീഷൻ വിശദമായ വിലയിരുത്തലിന് വിധേയമാക്കി അവസാനം തള്ളിക്കളഞ്ഞു. അപ്പോഴും ആ ചോദ്യം അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് ആ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പണം ആരുടേതാണ്? ആ പണം ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പണം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കുറിപ്പ് എഴുതുമല്ലോ, ചില ലെഡ്ജറുകൾ കാര്യങ്ങൾ എഴുതുമല്ലോ. ആ ലെഡ്ജറുകൾ, ആ കുറിപ്പ് എഴുതിയ ബുക്ക് ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തിയതാണ്. പക്ഷെ ആ ബുക്കുകൾ കൂടി തീസ് ഹസാര കോടതി മുറിയിലെ റെക്കോർഡ് റൂം കത്തിയപ്പോൾ നശിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പണത്തിന്റെ ഉടമ ആരെന്നറിയാൻ പറ്റാത്ത സാഹചര്യമാണ് റെഡ്ഡി കമ്മീഷൻ. SBIയോട് സ്വാഭാവികമായിട്ടും റെഡ്ഡി കമ്മീഷൻ ആ ചോദ്യം ചോദിച്ചു. ആ 60 ലക്ഷം രൂപ ആരുടേതാണ്? SBIക്ക് ഉത്തരമുണ്ട്, അത് ഞങ്ങളുടെ തന്നെ പണമാണ്.
ഞങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിലെ ആരുടെ പണം? ആ ചോദ്യമാണ് റെഡ്ഡി കമ്മീഷൻ ഒന്നുകൂടെ ചോദിച്ചത്. അത് അക്കൗണ്ടിലെ പണമല്ല, അത് RBI SBI ഏൽപ്പിച്ചിരുന്ന പണമാണ്. RBIയുടെ ലോക്കർ കൂടിയായിട്ട് SBIയുടെ ലോക്കർ വർക്ക് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് RBIയുടെ ലോക്കറിൽ നിന്ന് SBI പണം എടുക്കും. ആ പണം എടുക്കുന്ന നിമിഷത്തിൽ SBI കണക്ക് കൊടുത്താൽ മതി. RBIയുടെ ലോക്കറിൽ നിന്നാണ് അന്ന് SBI പണം എടുത്തതെന്നാണ് SBI റെഡ്ഡി കമ്മീഷനോട് പറഞ്ഞത്. ജനതാ സർക്കാർ ആരോപിക്കുന്നത് അത് ഇന്ദിരയുടെ പണമാണെന്നാണ്. പക്ഷേ SBI പറയുന്നത് അത് RBI വഴി SBIയിലെത്തിയ പണമാണെന്നാണ്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ ഈ ശൈലിയിലേക്കാണ് മാറിയത്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞതാണ്. മൽഹോത്ര പോലീസിനോട് ആദ്യം പറഞ്ഞ കഥ അനുസരിച്ച് ആ പണം അന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്തുകൊണ്ടോ ആ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും പോലീസ് നടത്തിയില്ല. പോലീസിന് ആ പണം കിട്ടിയോടുകൂടി പോലീസ് അങ്ങ് സംതൃപ്തരാവുകയായിരുന്നു. ആ പണം കണ്ടെത്തിയ വീട്ടിലെ ആ ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തിട്ടേയില്ല. അതും രസകരമായ ഒരു വീഴ്ചയാണ്. മൂന്നാമത്തെ കാര്യം, ആ 2 ഡ്രൈവർമാർ പറഞ്ഞ ഒരു കഥയുമായി ബന്ധിപ്പിച്ചാണ്. നാഗർവാലയുടെ തോക്ക് നാഗർവാലയുടെ ഇടുപ്പിലിരിക്കുന്ന കണ്ടു എന്നാണ് ഓംപ്രകാശ് മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് നാഗർവാലയുടെ മുറിയിൽ അത് പരിശോധിച്ചപ്പോൾ തോക്ക് അവിടെ നിന്ന് കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓംപ്രകാശിന്റെ മൊഴി തെറ്റണം. ഓംപ്രകാശിന്റെ മൊഴി ശരിയാണെങ്കിൽ പോലീസിന്റെ മൊഴി തെറ്റണം. ഇതിൽ രണ്ടിൽ ഏതോ ഒരു മൊഴി കള്ളമാണ്. പോലീസ് പറയുന്നതാണ് കള്ളം എന്ന ശൈലിയിലാണ് റെഡ്ഡി കമ്മീഷൻ എത്തിയത്. പോലീസ് ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തീകരിക്കാറായപ്പോൾ ആ FIR തയ്യാറാക്കിയെന്ന് പറയുന്നിടത്ത് തന്നെ കള്ളത്തരമുണ്ട്. പോലീസ് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിച്ചിരുന്നു. അക്കാര്യത്തിൽ റെഡ്ഡി കമ്മീഷൻ സംശയമൊന്നുമില്ല. ഇതിനും അപ്പുറത്ത് റെഡ്ഡി കമ്മീഷൻ മറ്റൊരു സംശയം കാണുന്നത് മൽഹോത്രയിലാണ്. മൽഹോത്ര ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്ത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഭാഗം പോലീസിന്റെ FIRൽ ഉണ്ടെങ്കിലും കമ്മീഷൻ അതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ആ കാർ നമ്പരും ഡ്രൈവർമാരും ഒക്കെ പോലീസിന്റെ തിരക്കഥ അനുസരിച്ച് പിന്നീട് വന്നവരാകാനാണ് സാധ്യത എന്നാണ് റെഡ്ഡി കമ്മീഷന്റെ അഭിപ്രായം. റെഡ്ഡി കമ്മീഷൻ വളരെ വ്യക്തമായി നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഡയറിയാണ്, കേസ് ഡയറി. കേസ് ഡയറിയിൽ സാധാരണഗതിയിൽ ക്രമത്തിലാണ് എഴുത്തു വരിക. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ എഴുതുന്ന എഴുത്തിന് താഴെ ഒരു കാരണവശാലും രാവിലത്തെ ഒരു എൻട്രി വരാൻ പാടില്ല. പക്ഷേ ഈ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഡയറി വായിച്ച് റെഡ്ഡി കമ്മീഷൻ ശരിക്കും അമ്പരന്ന് പോവുകയാണ്. പഴയ പല ഡേറ്റിലുള്ള എൻട്രികൾ പിന്നീട് കടന്നു വന്നിട്ടുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ ഡയറിയിൽ അങ്ങനെ എഴുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് റെഡ്ഡി കമ്മീഷൻ ചോദിച്ചപ്പോൾ അവർ നൽകിയ ഉത്തരം സിമ്പിളാണ്. ഓർമ്മ വന്നപ്പോൾ അവർ കുറിച്ചു എന്നാണ് അവർ പറഞ്ഞ ഉത്തരം. അങ്ങനെ എഴുതാനുള്ള ഒന്നല്ല ആ കേസ് ഡയറി എന്ന് അവരെ ഓർമ്മിപ്പിച്ച റെഡ്ഡി കമ്മീഷൻ അസന്നിഗ്ധമായി പറഞ്ഞത് അവസാനം ഒരു കാര്യമാണ്: ഈ അന്വേഷണം ശരിയായ ശൈലിയിലല്ല നടന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ പണവുമായി ഇന്ദിരാഗാന്ധിക്ക് ബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നാഗർവാല ഈ പോലീസ് പറയുന്നത് പോലെ അങ്ങനെ മിമിക്രി ഒന്നും നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളൊന്നുമല്ല. അയാളുടെ ശബ്ദം ഇന്ദിരാഗാന്ധിയുടെ ശബ്ദമല്ല എന്ന് മനസ്സിലാക്കാൻ മൽഹോത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മൽഹോത്ര ഇന്ദിരാഗാന്ധിയുടെ ശബ്ദമാണ് അയാളുടെ ശബ്ദമെന്ന് തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. അതും മാത്രമല്ല, പെട്ടെന്ന് ഒരാൾ ഇത്തരത്തിലൊരു ഐഡിയ ഉണ്ടാക്കുകയും 60 ലക്ഷം രൂപ ഫോൺ വഴി എടുപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇത് ശരിക്കും പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു പരിപാടിയാണ്. മറ്റെന്തൊക്കെയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊന്നും തന്നെ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിവേഗം അന്വേഷിക്കുന്നു, അതിനേക്കാൾ ഏറെ വേഗം വിചാരണ, ശിക്ഷ, ഇതൊക്കെ തന്നെ ഈ കേസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണെന്നാണ് റെഡ്ഡി കമ്മീഷന്റെ വ്യക്തമായ നിഗമനം. റെഡ്ഡി കമ്മീഷൻ ആ നിഗമനങ്ങൾ അങ്ങനെ നടത്തി വിധി പ്രഖ്യാപിക്കുമ്പോഴേക്കും മൊറാർജി ദേശായി മന്ത്രിസഭ വീണു. ചരൺ സിംഗ് മന്ത്രിസഭ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ചരൺ സിംഗിനെ പുറത്തുനിന്ന് താങ്ങി നിർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. സ്വാഭാവികമായിട്ടും ആ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടുള്ള അന്വേഷണം ഒന്ന് തണുത്തു. ആ സമയത്താണ് ചരൺ സിംഗ് സർക്കാരിനുള്ള പിന്തുണ ഇന്ദിര പിൻവലിക്കുന്നതും പൊതു ഇലക്ഷൻ വരുന്നതും. പൊതു ഇലക്ഷനിൽ 353 സീറ്റോടുകൂടി ഇന്ദിര അധികാരത്തിലേക്ക് തിരിച്ചു വന്നതോടുകൂടി ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അവസാനിച്ചു. ചരൺ സിംഗ് 41 സീറ്റോടുകൂടി 2ാം സ്ഥാനത്തെത്തിയെങ്കിലും മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി
ദയനീയമായി തോറ്റ് 3-ാം സ്ഥാനത്തേക്കായി. ശരിക്കും ദയനീയമായി അവർ രണ്ടുപേരും തോറ്റപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തിയിരുന്നു. ഇന്ദിര അധികാരത്തിലെത്തി അധികം നാൾ കഴിയുമ്പോൾ സഞ്ജയ് ഗാന്ധി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. സഞ്ജയ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സഞ്ജയുടെ സ്വപ്ന പദ്ധതിയായ ആ മാരുതി കാർ നിർമ്മാണത്തെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇന്ദിരയ്ക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദിര കാർ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയകൾ ചർച്ച ചെയ്തപ്പോൾ കപ്പാസിറ്റി ഉള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കാർ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള അഭിപ്രായമാണ് വിദഗ്ധർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെമ്പാടുമുള്ള കാർ നിർമ്മാതാക്കളെ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തു. ആ ഇൻവിറ്റേഷന്റെ അടിസ്ഥാനത്തിലാണ് സുസുക്കി കമ്പനി മാരുതിയുമായി സഹകരിക്കാൻ തയ്യാറായത്. സുസുക്കി കുറച്ച് ഷെയർ മാത്രം എടുത്തുകൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. സുസുക്കിക്ക് ഈ മാരുതി കാർ നിർമ്മാണം വിജയിക്കുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ സുസുക്കിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാരുതി ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചു. വൻ ഡിമാൻഡാണ് ആദ്യത്തെ വർഷം തന്നെ ആ മാരുതി കാർ നിർമ്മാണവുമായി ബന്ധിപ്പിച്ചുണ്ടായത്. ഇന്ന് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം കാണുന്ന മാരുതി കാറുകളുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഗാന്ധിക്കുള്ള ആ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ പോയിന്റ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്തായാലും നാഗർവാല കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയാണ്. ആ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.